Good morning. All right. Hope you're doing great. Thank you so much for being here. This is such a wonderful opportunity for all of us to be here and to learn from each other and grow from each other. പരസ്പരം നമ്മൾ പഠിക്കുന്ന നമ്മളുടെ ഈ ഒരു സ്റ്റേജ് അല്ലേ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പുതിയ പുതിയ അറിവുകൾ പഠിക്കുന്നുണ്ട്. സോ ഹൗ തിങ്സ് ആർ ഗോയിങ് വിത്ത് യു? സൂപ്പർ മെഡിറ്റേഷൻ ആണെന്ന് പറയുന്നു. ആദ്യമായിട്ട് മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നവരുണ്ടാവും. ഫസ്റ്റ് ടൈം നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് ഫസ്റ്റ് ടൈം മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നവരുണ്ടാവും. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം പങ്കെടുക്കുന്നവരുണ്ടോ? ഇസ് ദർ എനിബഡി ഹു പാർട്ടിസിപ്പേറ്റ് ഫസ്റ്റ് ടൈം? ഓക്കെ, അനീഷ അഷ്റഫ്. ഓക്കെ, റൈറ്റ്. വേറെ ആരെങ്കിലും ഉണ്ടോ? മീ എന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം. സൂപ്പർ മെഡിറ്റേഷൻ ആണ്. യെസ്, സലാം സിറ്റി. ഓക്കെ, വേറെ താങ്ക് യു. ഓക്കെ, അപ്പൊ എനിവേ പരമാവധി ആൾക്കാർ എന്ത് ചെയ്യുക, വീഡിയോയിൽ വരിക. നമ്മുടെ ഇന്നത്തെ ഈ ഒരു മൺഡേ മോർണിംഗ്, മൺഡേയിൽ നമ്മളുടെ ഈ ഒരു ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പുതിയ ഒരാഴ്ചയുടെ പുതിയ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. സോ ഫോർ എവ്രിബഡി ഇറ്റ് വിൽ ബി എ ന്യൂ ബിഗിനിങ് ഫോർ ദ വീക്ക്. പുതിയൊരു വീക്കിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് എന്താ വെച്ചാൽ there are a lot of things that you want to learn. നിങ്ങൾക്ക് ഒരുപാട് പഠിക്കണം, ഒരുപാട് വർക്ക് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓരോ ആഴ്ചയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ആഴ്ചയും പുതിയ അവസരങ്ങളാണ്. ഇറ്റ്സ് എ ന്യൂ ഓപ്പർച്യൂണിറ്റി. ഓരോ ആഴ്ചയും പുതിയ അവസരങ്ങളാണ്. ന്യൂ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ, നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ, നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ, നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ട് ജീവിതം നയിക്കാൻ, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. എവറി ഡേ ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. സോ നമുക്ക് ഈ ഓരോ ആഴ്ചയിലും ഓരോ ദിവസങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ ഓരോ അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് നമുക്ക് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവാം, അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗ്രേറ്റ്ഫുൾ ആകാനുള്ള ഒരു അവസരം കൂടിയാണ് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ടത്? എന്തിനാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ടത്? അതിന്റെ റീസൺ എന്താ? എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, വലിയ ഗ്രാറ്റിറ്റ്യൂഡും വലിയ സന്തോഷവും വലിയ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും എന്തുണ്ടാകും? ഒരു പ്രതീക്ഷയുണ്ടാകും. അതേപോലെ തന്നെ അദ്ദേഹത്തിന് എപ്പോഴും വെച്ചാൽ ഹാപ്പിനെസ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ഹാപ്പിനെസ് നമ്മൾക്ക് എന്തെങ്കിലും വസ്തുക്കൾ നമുക്ക് ലഭിച്ചിട്ട്, പല ആൾക്കാരും ഹാപ്പിനെസിനെ കുറിച്ച് എന്ന് വെച്ചാൽ ചിന്തിക്കുമ്പോൾ പലപ്പോഴും പലരും ആൾക്കാർ ചെയ്യുന്നത് എന്താണ്? എനിക്ക് എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഹാപ്പി ആവും എന്നുള്ളതാണ്. എന്താണ്? എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വീട് വെക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ കടങ്ങൾ വീട്ടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും. ശരിയാണ്, നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ കുറയും. പക്ഷെ അത് നമുക്ക് ടെൻഷൻ കുറയുന്നത് കൊണ്ട് നമുക്ക് ഹാപ്പിനെസ് കുറെ കിട്ടും. പക്ഷെ എന്നാൽ പോലും നമ്മുടെ അസുഖങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിയാലും ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഹാപ്പി ആയേ പറ്റൂ. മാറിയാലും ഇല്ലെങ്കിലും നമുക്ക് ഹാപ്പി ആവാൻ പറ്റും. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അവിടെയാണ് നമ്മൾ എന്ന് വെച്ചാൽ തിങ്കിങ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. വി ഹാവ് ടു ചേഞ്ച്. എന്തെങ്കിലും എനിക്ക് ലഭിച്ചിട്ടേ ഞാൻ ഹാപ്പി ആകൂ എന്ന ചിന്തയിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. എനിക്ക് ഇന്നതുണ്ടെങ്കിലേ നമ്മൾ ഹാപ്പി ആകൂ എന്ന തിങ്കിങ്ങിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. മറിച്ച് എന്താ നമുക്ക് വേണ്ടത്? ശരത് സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യുക. ഷെയർ ദിസ്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് എന്തെങ്കിലും ലഭിച്ചതിന് ശേഷം അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഹാപ്പിനെസ് ഉണ്ടാവേണ്ടത്. നമുക്ക് എന്ത് ലഭിച്ചാലും ഇല്ലെങ്കിലും ഹാപ്പിനെസ് ഷുഡ് ബി മെയിൻറ്റെയിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഹാപ്പിനെസിനെ പ്രസന്റിലേക്ക് കണക്ട് ചെയ്യും.
പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ. അത് അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന പാസ്റ്റിലേക്ക് ചിന്ത കൊടുക്കാതെ, അതേപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് എനിക്കിങ്ങനെ ലഭിക്കുകയാണ് എങ്കിൽ എനിക്കിങ്ങനെ ആകാമായിരുന്നു, എനിക്ക് ഹാപ്പി ആകാമായിരുന്നു എന്ന തിങ്കിങ് പോകരുത്. ആ അവയർനെസ് ചേഞ്ച് ചെയ്യണം. പ്രസന്റിൽ, ഈ നിമിഷത്തിൽ, ഈ മൊമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൊമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൊമെന്റിൽ, ഈ നിമിഷത്തിൽ നമുക്ക് എന്താ വെച്ചാൽ ഹാപ്പി ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ശ്രമിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഹാപ്പിനെസ്, ദാറ്റ് ഷുഡ് ബി യുവർ ചോയ്സ് നമ്പർ 1. നിങ്ങളുടെ നമ്പർ 1 ചോയ്സ് ആയിട്ട് എന്ത് ചെയ്യണം, അത് മാറണം. ദാറ്റ് ഷുഡ് ബി യുവർ നമ്പർ 1 ചോയ്സ്. അപ്പൊ നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, എന്ത് പ്രയാസത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ പോലും, നിങ്ങൾ നിങ്ങളോട് സംസാരിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തേണ്ടത്. നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ. അതെന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലായ്പ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെ. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും എന്ത് വെച്ചാൽ നിങ്ങളോട് പറയുക, നിങ്ങളോട് സംസാരിക്കുക, എന്ത്, ഐ ആം സേഫ്. ബി ഹാപ്പി വിത്തൗട്ട് റീസൺ. യെസ്, റീസൺ ഇല്ലാതെ നമുക്ക് ഹാപ്പി ആവാൻ പറ്റണം. അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഹാപ്പിനെസ്, ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞു. നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നതിലേക്ക് നമ്മൾ ചിന്തിക്കുക. എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരും. എനിക്ക് എന്തൊക്കെയുണ്ട് ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് നിങ്ങളൊന്ന് എഴുതുകയും. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? ഒരു എക്സസൈസ് ആണ് ഇന്നത്തെ. ഒരു പുതിയ വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ്. എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ളത്? ജസ്റ്റ് റൈറ്റ് ഡൗൺ. എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ളത്? കൗണ്ട് യുവർ ബ്ലെസ്സിങ്. നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്യുക. പാരന്റ്സ് ഉണ്ട്, ഓക്കെ, നല്ല മാതാപിതാക്കളുണ്ട്. വേറെ ഒരാൾ എഴുതിയിട്ടുണ്ട്, നല്ല മാതാപിതാക്കളുണ്ട്, നല്ല മക്കളുണ്ട്. പിന്നെ വേറെ എന്താണ്? ഒന്ന് ഫീൽ എഴുതിയേ. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഫാദർ, ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ മദർ, ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഫാമിലി, ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ children, I have a beautiful son, I have a beautiful daughter. വേറെ എന്തൊക്കെയുള്ളത്? ഇന്നത്തെ മെഡിറ്റേഷനിൽ നിങ്ങൾ ചെയ്തല്ലോ അല്ലെ, കുറെ കാര്യങ്ങളല്ലേ. ഐ ലവ് മൈ സെൽഫ്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ബ്ലെസ്സിങ്സിനെ കുറിച്ച് ചിന്തിച്ചില്ലേ. ബ്ലെസ്സിങ്സ് ഫ്രം ഗോഡ്, ലൈക്ക് ബ്യൂട്ടിഫുൾ മൈൻഡ് ഉണ്ട്, ഓക്കെ, എനിക്ക് നല്ല ആഗ്രഹങ്ങളുണ്ട്, ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഫാമിലി, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, കൗണ്ട്ലെസ് ബ്ലെസ്സിങ്സ് ആണെന്ന് പറഞ്ഞു, എണ്ണാൻ കഴിയില്ല, അതിന് അത്രയും ബ്ലെസ്സിങ്സ് ഉണ്ട്. ശരി, പക്ഷെ എന്നാലും ഒന്ന് ചെയ്യൂ. ഇതൊരു എക്സസൈസ് ആണ്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്ന ഫീലിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു എക്സസൈസ് ആണ്. ബ്ലെസ്സിങ് 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 എന്ന് പറഞ്ഞാൽ പോരാ. എന്താണ് ആ ബ്ലെസ്സിങ് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യൂ. നല്ല ഹെൽത്തി ബോഡി ഉണ്ട്, ഓക്കെ, വെരി ഗുഡ്. വേറെ? ഞാൻ ജസ്റ്റ് ചുമ്മാ നിങ്ങളോടൊരു ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. നിങ്ങൾ ഇതൊരു എക്സസൈസ് ആയിട്ട് ചെയ്യൂ. ഒന്ന് കമന്റ് ചെയ്യൂ, ഒന്ന് ഫീൽ ചെയ്യൂ, ഒന്ന് പറയൂ. ഓക്കെ, ഓരോ ബ്ലെസ്സിങ്സിനും ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വൈ യു ആർ ഗ്രേറ്റ്ഫുൾ. നിങ്ങൾ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എഴുതുന്നത് എല്ലാ ദിവസവും നിങ്ങൾ എന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാന്ന് പറയാറുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണമെന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന കാര്യത്തിൽ നിങ്ങൾ എഴുതാൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സന്തോഷിക്കുന്നു, എന്തുകൊണ്ട് ഗ്രേറ്റ്ഫുൾ ആണ്? നിങ്ങൾക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് ആ മക്കളുടെ കാര്യത്തിൽ, അല്ലെ, നല്ല മക്കളാണ്, നന്നായിട്ട് പഠിക്കുന്ന നല്ല അനുസരണയുള്ള മക്കളാണ്, എനിക്ക് തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്. അവിടെ ഒരുപാട് പേര് എഴുതുന്നുണ്ട്. വൈഫ് ആൻഡ് ചിൽഡ്രൻ, ഹോം, പാരന്റ്സ്, കാർ, ലാൻഡ്, ജോബ്,
ഓക്കെ. അപ്പൊ ഒരുപാട് ബാപ്പു ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്, അനീത. പാരന്റ്സ് ഉണ്ട്. ഓക്കെ, സാറിന്റെ ക്ലാസ് കേൾക്കാനുള്ള ബ്ലെസ്സിങ്സ്. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് 4 മക്കളുണ്ട്, അൽഹംദുലില്ലാ. ഓക്കെ, വെരി ഗുഡ്. ഫ്ലസ് എന്താണ്? ഫ്രഷ് മൈൻഡ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. വേറെന്താണ്? യാ. അപ്പോൾ എന്താണ്? കെയറിങ് ഹസ്ബൻഡ് ഉണ്ട്. വെരി ഗുഡ്. ഹെൽത്തി ഫാമിലി ഉണ്ട്. സോ വെൻ യു ആർ റൈറ്റിംഗ് അബൌട്ട് ദിസ്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിന്റെ കാരണങ്ങൾ, ആൻഡ് ഗോ ബാക്ക് ആൻഡ് റീഡ് യുവർ ലിസ്റ്റ്. നിങ്ങൾ ഇടയ്ക്ക് എന്ത് ചെയ്യണം? ഈ ലിസ്റ്റുകൾ എഴുതിയിട്ട് ഇത് ഇടയ്ക്കൊന്ന് വായിക്കണം. മനസ്സിൽ ഒന്ന് ഓടിക്കുകയോ മനസ്സിൽ നിന്ന് കാണുകയോ അല്ലെങ്കിൽ ഉറക്കെ വായിക്കുകയോ ചെയ്യാം. ഓരോ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യുക? വെൻ യു ഗോ ടു ദ ബെഡ്, എൻഡ് ഓഫ് ഈച്ച് വൺ, സേ ദ മാജിക് വേർഡ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. 3 പ്രാവശ്യം എന്ത് ചെയ്യുക? ഈ ലിസ്റ്റ് വായിച്ചിട്ട് 3 പ്രാവശ്യം താങ്ക്സ് പറയാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇറ്റ് വിൽ മാജിക്കലി ചേഞ്ചസ് യുവർ വൈബ്രേഷൻ. നിങ്ങളുടെ വൈബ്രേഷൻ കംപ്ലീറ്റ്ലി അത് ചേഞ്ച് ചെയ്യും. ഇറ്റ് വിൽ മാജിക്കലി ചേഞ്ചസ് ദ വൈബ്രേഷൻ ദാറ്റ് യു ആർ ഹാവിങ്. മനസ്സിലാവുന്നുണ്ടോ? ഹലോ? ആൻഡ് റിപ്പീറ്റ് ദ ഫസ്റ്റ് 3 steps ഓഫ് മാജിക്കൽ എവറി മോർണിംഗ് ഫോർ ദ നെക്സ്റ്റ് 20. അതായത് അടുത്തൊരു 21 days നിങ്ങൾ ഒരു 27 ദിവസം, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഒരു 27 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അത് രാവിലെ ഇരുന്ന് 10 blessings in your life. ഒന്ന് എഴുതാൻ പറ്റും ഇപ്പോൾ? ആർ യു റെഡി? ആർ യു റെഡി ഫോർ എ പ്രാക്ടീസ്? ഒരു പേനയും പേപ്പറും എടുത്തിട്ട് എഴുതാൻ റെഡിയാണോ? ആർ യു റെഡി ഫോർ എ പ്രാക്ടീസ്? ഇന്ന് മൺഡേ, പുതിയ ആഴ്ച തുടങ്ങുകയാണ്. നമുക്കൊരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണം. 27 ദിവസം, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള 27 ദിവസം. ലെറ്റ്സ് റൈറ്റ്. ഓക്കെ, ഓൾറെഡി ചെയ്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നില്ലെന്ന് വായിച്ചാൽ മതി. ഓക്കെ, ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു ബുക്കും പേനും പേപ്പറും എടുക്കുക. ഓക്കെ, റെഡി? ഹാജറ മാം റെഡിയാണ് അല്ലേ? വെരി ഗുഡ്. അനിത മാം റെഡിയാണ്? വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പൊ ഒന്ന് എഴുതിയേ, 10 ബ്ലെസ്സിങ്സ് എഴുതിയേ. 10 ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ ജീവിതത്തിലുള്ള 10 ബ്ലെസ്സിങ്സ്. ജസ്റ്റ് റൈറ്റ് ഡൗൺ. എന്തൊക്കെയുണ്ട്? ഞാനും എഴുതാം എൻ്റെ കൂടെ, നിങ്ങളുടെ കൂടെ ഞാനും എഴുതാം. നിങ്ങളും എഴുതാം, ഞാനും എഴുതാം. നമുക്ക് ഒരുമിച്ച് എഴുതാം അല്ലേ? എഴുതാം. ജെറി ജോർജ് സാർ എഴുതാലോ? വേറെ ആരൊക്കെയുള്ളത്? അംബുജാക്ഷൻ സാർ, മറിയം, തോമസ്, ജുബൈലത്ത്, നിസ, Abdul Hamid, Rahna, like everybody, let's write down. Okay, let's write down. Let's do it together. നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. എനിക്ക് നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ബ്ലെസ്സിങ്സ്, ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ്. ഓക്കെ, എഴുതുക. എല്ലാവരും എഴുതുക കേട്ടോ. എഴുതി കഴിഞ്ഞവർ ഡൺ എന്ന് കമന്റ് ചെയ്യുക. 10 എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഓക്കെ, എഴുതുക. എല്ലാവരും എഴുതുക. എഴുതി കഴിഞ്ഞവർ എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എഴുതാം. എന്തൊക്കെ എഴുതാം അല്ലേ? ഐ ഹാവ് എ ഹെൽത്തി ബോഡി. ഞാൻ എഴുതിയ സംഗതികളാണ് ഞാൻ പറയുന്നത്. ഐ ഹാവ് എ ഹെൽത്തി ബോഡി, ഐ ഹാവ് എ ഗുഡ് കരിയർ,
നല്ലൊരു കരിയർ ഉണ്ടെന്ന് എഴുതാം. ഐ ഹാവ് എ ഗുഡ് കരിയർ. ഓക്കെ, വേറെ എന്തൊക്കെ എഴുതാം? ജസ്റ്റ് റൈറ്റ് ഡൗൺ. ലെറ്റ്സ് ഡു ദിസ് പ്രാക്ടീസ്. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ പാരന്റ്സ്. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ caring life partner. I have a beautiful daughter. And you just write down maximum. And she is my angel. And എന്ത് എഴുതാം അതിലേക്ക് ആഡ് ചെയ്തിട്ട് ചേർക്കും. Just write down. Just write down. I have a good mindset. Okay, very good. Okay. I have a team who help me. വേറെ എഴുതി കഴിഞ്ഞവര് ഡൺ എന്ന് പറയാം. എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ? വൈ യു ആർ ഗ്രേറ്റ്ഫുൾ. ഓരോന്നിനും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഗ്രേറ്റ്ഫുൾ ആണ് എന്ന് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എനിക്ക് നല്ല ശരീരമുണ്ട്, എന്തുകൊണ്ട് നല്ല ശരീരമുണ്ട് എന്നുള്ള ആ ഒരു കാരണം തന്നെ അത് ആ ശരീരം നിങ്ങളെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു, ആ ശരീരം നല്ലതുള്ളത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാ ഉള്ളത്, അതും വേണമെങ്കിൽ എഴുതാം. അത് വേണമെങ്കിലല്ല, ശരിക്കും എഴുതണം. ഇപ്പൊ സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണത്തിനെങ്കിലും ഒന്ന് എഴുതും കേട്ടോ. ഒരു മൂന്നെണ്ണത്തിന് അതിന്റെ കാരണം എഴുതും. ഓക്കെ, മൂന്നെണ്ണത്തിന് അതിന്റെ കാരണം എഴുതും. ഓക്കെ, റെഡി? എഴുതി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്? അല്ലേ? നമുക്കൊരു ഐ ഹാവ് എ പ്ലേസ് ടു സ്റ്റേ. എനിക്ക് താമസിക്കാൻ ഒരു ഇടമുണ്ട്. ഐ ഹാവ് എ ഹോം. I have a home. I have a car. അങ്ങനെ പലതും എഴുതാം. I have money in my bank account. അങ്ങനെ എന്തും എഴുതാം. And I can breathe. എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ട്. I can see. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇത് എഴുതിയതിനു ശേഷം ഈ ലിസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വായിച്ചേ. മനസ്സിരുത്തി വായിക്കാം. ഈ വായിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് മാജിക് വേർഡ് ഓരോ സെന്റൻസ് വായിച്ചതിന് ശേഷം പറയാ എന്ത്? താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ ഇഷ്ടമുള്ള വിശ്വാസപ്രകാരം പറയാം. നിങ്ങളുടെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ പ്രകാരം പറയാം, അല്ലെ? ദൈവത്തിന് നന്ദി പറയാം. ഓക്കെ, സോ മനസ്സറിഞ്ഞ് പറയാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഒന്ന് 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 പ്രാക്ടീസ് ചെയ്തേ. ജസ്റ്റ് ഡു ഇറ്റ്. ജസ്റ്റ് ഡു ഇറ്റ്. റെഡിയാണോ? ഓൾറൈറ്റ്. സോ എനിക്ക് നല്ല കുറെ സ്റ്റുഡൻസ് ഉണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. എനിക്ക് നല്ലൊരു ടീച്ചറുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് എന്ന് നിങ്ങൾക്കും പറയാം, അല്ലെ? സോ ഓൾവേസ് ഈ ഒരു എക്സസൈസ് ഫീൽ ചെയ്തപ്പോ അല്ലെ, I had a beautiful parents. Thank you so much. Thank you so much. I have a beautiful life partner. Thank you so much. I have a beautiful daughter. Thank you so much. I have a healthy body. Thank you so much. I have a good career. Thank you. Thank you. Thank you. മനസ്സറിഞ്ഞ് പറയുമ്പോൾ, ഉള്ളറിഞ്ഞ് പറയുമ്പോൾ, വാട്ട് ദ ഫീലിംഗ് ദാറ്റ് യു ആർ ഗെറ്റിംഗ്. ഇപ്പോ നിങ്ങൾക്ക് ലഭിച്ച ഫീലിംഗ് എന്താ? മനസ്സറിഞ്ഞ് പറഞ്ഞവർക്ക് കിട്ടിയ ഫീലിംഗ് ഉണ്ടാവും. എന്താണ് ഫീലിംഗ്? ഒന്ന് കമന്റ് ചെയ്യാവോ? അവിടെ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് റിലാക്സ് ആയിട്ട് ഇരിക്കല്ലേ, ഒന്ന് അനങ്ങും. ഓക്കെ, റെഡി? ഒന്ന് കമന്റ് ചെയ്യാം. റെഡി? പീസ്ഫുൾ,
മൈൻഡ് പീസായി, ഹാപ്പിയായി, മൈൻഡ് കാമായി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താ വെച്ചാൽ കൂടുതൽ ഹാപ്പിനെസ് ഫീൽ ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമ്മളുടെ ഓരോ ആഴ്ചകളും വളരെ ബ്ലെസ്ഡ് ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട്, ഓരോ ആഴ്ചകളായിക്കോട്ടെ, ഓരോ ദിവസങ്ങളായിക്കോട്ടെ, നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ, നല്ല രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ അസ്. അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. മനസ്സിലാകുന്നുണ്ട്? വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഇതൊരു 27 ദിവസം നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് അടുത്തൊരു 27 ദിവസം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തു. എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ എത്തി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസിലേക്ക് നിങ്ങളെ അതെത്തിക്കും. മനസ്സിലാകണം? നിങ്ങളിപ്പോ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേ ആയിരിക്കില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല വല്ലാത്ത ഹാപ്പിനെസ് ലഭിക്കുന്ന, വല്ലാത്ത ഒരു എന്താ പറയാ ഗ്രോത്ത്, സെൻസ് ഓഫ് ഹാപ്പിനെസ് കിട്ടുന്ന, സെൻസ് ഓഫ് ഗ്രോത്ത് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ഹാപ്പി ആകാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഗ്രേറ്റ്ഫുൾ ആവുക. അടുത്ത എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് നല്ല ഹാപ്പി ആയിട്ട്, ഇന്നിപ്പോ ഒരു മൺഡേ അല്ലെ, തിങ്കളാഴ്ചയാണ്, ജോലിക്ക് പോകണം, പലർക്കും ജോലിക്ക് പോകണം, അതൊരു നല്ലൊരു ദിവസം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കും. അപ്പം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ ഹാപ്പിനെസിന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഹാപ്പിനെസ് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സിമ്പിൾ ആക്കുക. ഡു ഓൺലി വാട്ട് ഇൻക്രീസ് യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ലീവ് ദ റെസ്റ്റ്. കുറച്ച് മാത്രം ചിന്തിക്കുക, കുറച്ച് മാത്രം പ്രവർത്തിക്കുക. എല്ലാ കാര്യങ്ങളും വേണം എന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കും. ഒരുപാട് വേണം എന്നുള്ള തിങ്കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കും. മനസ്സിലാകുന്നുണ്ടോ? ഹാപ്പിനെസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്യും. ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്? കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ ഓവറായിട്ട് മറ്റുള്ള പല കാര്യങ്ങളുടെയും പിന്നാലെ നമ്മൾ പോകില്ല. അപ്പൊ കുറച്ച് ചിന്തിക്കുക, കുറച്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ചില ആൾക്കാർക്ക് ഓവർ തിങ്കിങ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഈ അവയർനെസ് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അവയർനെസ് നമ്മൾ എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുക. കുറച്ച് ചിന്തിച്ച്, കുറച്ച് നല്ല രീതിയിൽ മാത്രം ചിന്തിച്ച്, കുറച്ച് മാത്രം പ്രവർത്തിച്ച്, നല്ല രീതിയിലേക്ക് പതിയെ പതിയെ നമ്മളെ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? പോയിക്കൊണ്ടേയിരിക്കും. ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായ? കുറച്ച് കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു പോകുന്ന സിറ്റുവേഷനിലേക്ക് പോകും. കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന രീതി. സിംപ്ലിഫൈ യുവർ ലൈഫ്. ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, എല്ലാം വേണം, അതും വേണം, ഇതും വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം, എല്ലാത്തിൻ്റെയും പിറകെ പോകണം. ഒരു 4-5 കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടതുണ്ട്. നല്ല കുടുംബം, നല്ല ആരോഗ്യം, നല്ല മനസ്സമാധാനം, നല്ല ബന്ധങ്ങൾ, അല്ലെങ്കിൽ നല്ല പണം, നല്ല തൊഴിൽ മേഖലയിലെ വിജയം, നല്ലൊരു ബിസിനസ്, ഇത്രയൊക്കെയല്ലേ വേണ്ടതുള്ളൂ. വിചാരണോ? നല്ല വരുമാനം വേണം, നല്ല ഫാമിലി ലൈഫ് വേണം, നല്ല ആരോഗ്യം വേണം. ശരിയല്ലേ? ഇത്രയും നമുക്ക് വേണ്ടതുള്ളൂ. സോ ഈ സംഗതിയിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം എന്താണ്, അത് മാത്രം ചിന്തിക്കുക. ആവശ്യമില്ലാത്തതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട. പല പ്രശ്നങ്ങളും ഇവിടെ നടക്കുന്നുണ്ടാവും. യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട്. എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങൾക്ക് വേണ്ടതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, കുറച്ച് മാത്രം ചിന്തിക്കുക. അപ്പൊ തന്നെ ലൈഫ് എന്താകും? സിംപ്ലിഫൈഡ് ആകുമ്പോൾ. കാരണം പലപ്പോഴും ഹാപ്പിനെസ്സിന് പ്രശ്നമാകുന്നത് എന്താണ്? കോംപ്ലിക്കേഷൻസ് ആണ്. കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്ത് കോംപ്ലിക്കേഷൻസ് ആണ്? സങ്കീർണതകളാണ്. ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് വരുമ്പോൾ സ്ട്രെസ് വരും. സ്ട്രെസ് എവിടുന്നാണ് വരുന്നത്? സങ്കീർണമായ ഒരു സിറ്റുവേഷൻ നമ്മൾ കടന്നു പോകുമ്പോഴാണ് സ്ട്രെസ് വരുന്നത്. അതേപോലെ സ്ട്രെസ് നമുക്ക് വരുന്നതിന് വേറെയും കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. നമ്മുടെ ഹോർമോൺ ചേഞ്ച് സംഭവിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ഹോർമോൺസിനെ നല്ല രീതിയിൽ സേഫ് ആക്കി നിർത്തുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന, കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ സംഗതികളോ കഴിക്കാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ?
അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹാപ്പിനെസ് നൽകുന്ന, നല്ല ഒരു 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 പീസ് ഓഫ് മൈൻഡ് നൽകുന്ന സംഗതികൾ മാത്രം എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് ബി ഹാപ്പി ആൻഡ് ലെസ് ഈസ് മോർ. അടുത്തൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ എന്ന് വെച്ചാൽ നമുക്ക് അത് തന്നെ കൂടുതൽ ക്വാളിറ്റിയിൽ ചെയ്യുക എന്നുള്ള തിങ്കിങ്ങിലേക്ക് വരാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിലേക്ക്, നമ്മൾ എല്ലാം ചെയ്യുക എന്നുള്ളതിലേക്ക് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം കുറച്ചു മതി, ആ ഉള്ളത് നല്ല ക്വാളിറ്റി ലൈഫ് ആവണം എന്ന തിങ്കിങ്ങിലേക്ക് വരിക. ഒരുപാട് പണം വേണം, പണം വേണം, പണം 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 വേണം, വല്ലാണ്ട് അതിന്റെ പിന്നാലെ ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് സ്ട്രെസ്സായി മാറും. സോ കുറച്ച് മതി, ഉള്ളത് നല്ല രീതിയിലേക്ക് പോയാൽ മതി. സ്ലോ ഈസ് ഫാസ്റ്റ്. അടുത്തത് എന്താണ്? സ്ലോ ഈസ് ഫാസ്റ്റ്. സ്ലോ ആയാൽ, കുറച്ച് സ്ലോ ആണെങ്കിലും കുഴപ്പമില്ല. അതാണ് പുതിയ ഫാസ്റ്റ് എന്ന് പറയുന്നത്. സ്ലോ ഈസ് ഫാസ്റ്റ് എന്ന് പറയുന്നത് അതാണ് നല്ല വേഗത്തിൽ പോകാൻ പറ്റുള്ളൂ. നമുക്ക് പലപ്പോഴും എന്ന് വെച്ചാൽ ധൃതി പിടിച്ച് ഹറി ബറി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സംഗതിയിലേക്ക് പോകും. നേരത്തെ ഒരു ഓഫീസിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും നേരത്തെ ഇറങ്ങുക, സാവധാനം പോവുക, സുരക്ഷിതമായി എത്തിച്ചേരുക. സ്ലോ ഈസ് ഫാസ്റ്റ്. പെട്ടെന്ന് ധൃതി പിടിച്ചിട്ട് ഓടുന്ന ലൈഫ് അത്ര നല്ലതല്ല. അപ്പൊ എല്ലാം ഫാസ്റ്റായി 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 പോകണം എന്നുള്ള തിങ്കിങ് വേണ്ട. ഫാസ്റ്റ്, എവറിഥിങ് ഷുഡ് ബി ലൈക്ക് ഫാസ്റ്റ് 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 ഫാസ്റ്റ്, ആ സംഗതി വേണ്ട. സ്ലോ ഈസ് ഫാസ്റ്റ്. സ്ലോ ഈസ് ഓക്കെ. സ്ലോ ഈസ് ഗുഡ്. സ്ലോനെസ് നമുക്ക് പലപ്പോഴും എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഫാസ്റ്റ് അതിന്റെ പേരിൽ വറീഡ് ആവും. എത്ര പേര് വറീഡ് ആവാറുണ്ട്? ഞാൻ ഭയങ്കര സ്ലോ ആണ്, ഞാൻ ഭയങ്കര സ്ലോ ആണ്, അല്ലെങ്കിൽ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല, ഒന്നും തീരുന്നില്ല, ലൈക്ക് ഐ മീൻ റൈറ്റ്. എത്രയോ ആൾക്കാർ വറീഡ് ആവാറുണ്ട്. അപ്പൊ മനസ്സിലാക്കണം എന്ന് വെച്ചാല് വൃത്തിക്ക് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സ്ലോ ആയിട്ട് ചെയ്യുകയാണെങ്കിലും ചെയ്യാനുള്ള സമയമുണ്ടാവും. എല്ലാം കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കെന്ത് വെച്ചാല് എല്ലാം ചെയ്യാൻ സമയമില്ലാത്തത്. പിന്നെ ഇറ്റ്സ് ഓക്കെ. ലൈഫ് കുറച്ച് സ്ലോ ആയാലും ഇറ്റ്സ് ഓക്കെ. കുറച്ചുള്ളൂ എങ്കിലും ഇറ്റ്സ് ഓക്കെ. നമ്മളിവിടെ എന്തൊക്കെയോ നമ്മൾ ചെയ്യാനൊന്നും പോകുന്നില്ല. അത് അങ്ങനെ തന്നെയാണ്. ലൈഫ് ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ ബ്യൂട്ടിഫുൾ ആണ്. ഇറ്റ്സ് ഓക്കെ. ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ഇറ്റ്. പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ ലൈഫിൽ. നമ്മുടെ ലൈഫ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. സെൽഫ് കമ്പാഷനോട് കൂടി അക്സെപ്റ്റ് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. പക്ഷേ ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം, ഉത്തരവാദിത്തങ്ങൾ മാത്രം, അത് കറക്റ്റ് ചെയ്യാം. അത് ഞാൻ കറക്റ്റ് ചെയ്യും. അത് ഞാൻ കറക്റ്റ് ചെയ്യാനുള്ള, അല്ല അത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അത് ഐ വിൽ ഡു ദാറ്റ്. അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ലോകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചോ, പല സംഭവങ്ങളെക്കുറിച്ചോ, പല പ്രയാസങ്ങളെക്കുറിച്ചോ, പല ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ ഒന്നും ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? സോഷ്യൽ മീഡിയയിൽ അത് നടക്കുന്നു, ഇത് നടക്കുന്നു, അവിടെ വാർത്തയിൽ ആ പ്രശ്നങ്ങൾ വരുന്നു. അത് ഈ ലോകത്തിന്റെ പ്രശ്നങ്ങളാ. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ തന്നെ തീർക്കാനുണ്ട്. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ തന്നെ ആലോചിക്കാനുണ്ട്. യെസ് ഓർ നോ? സോ ലെറ്റ്സ് ഫോക്കസ് ഓൺ അവർ പ്രോബ്ലംസ്. നമ്മുടെ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം? ഫോക്കസ് ചെയ്യാം. നമുക്ക് അത് ചേഞ്ച് ചെയ്യാം. നമുക്ക് അത് ബെറ്റർ ആക്കി എടുക്കാം. ഓക്കെ? നമ്മുടെ ലെറ്റ്സ് ഫോക്കസ് ഓൺ അവർ പ്രോബ്ലംസ്. അത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാം. ആൻഡ് ലെസ് ഈസ് മോർ. അത് കുറച്ചാണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് ബ്യൂട്ടിഫുൾ ആയി പോകുന്നത്. നെക്സ്റ്റ് എന്താണ്? ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. എപ്പോഴും എന്ത് ചെയ്യുക? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, ക്വാണ്ടിറ്റിയിലല്ല കാര്യം, ക്വാളിറ്റിയിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എല്ലാം ക്വാളിറ്റിയോട് കൂടി ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എന്താണ്? സ്റ്റോപ്പ് ഹാബിറ്റ്സ് വിച്ച് ബ്രിങ്സ് യു റിഗ്രറ്റ്. നിങ്ങൾക്ക് ദുഃഖം തരുന്ന ചില ശീലങ്ങളുണ്ടാവും, ചില പ്രവർത്തികളുണ്ടാവും. അതങ്ങ് നിർത്തുക. നിങ്ങൾക്ക് ദുഃഖത്തിന് കാരണമാകുന്ന ചില പ്രവർത്തികളുണ്ടാവും, അതങ്ങ് നിർത്തുക. മനസ്സിലായോ? അതായത് ചിലവർക്ക് എന്താ വെച്ചാല് വല്ലാത്ത ദുഃഖം ഉണ്ടാവും. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ അങ്ങനെ പോകുന്നു, ഞാൻ ഇങ്ങനെ ഉറങ്ങുന്നു. അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് മെഷേഴ്സ്, കുറച്ച് നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുക. അതങ്ങ് തീരുമാനിക്കുക. തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യുക, അതങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പോവാം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഉള്ളിൽ ദുഃഖം വരുത്തുന്ന, നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാക്കുന്ന ചില ദുശ്ശീലങ്ങളോ ചില സ്വഭാവ ദൂഷ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കുക. അത് ചില കേസുകൾ ദുശ്ശീലങ്ങളാണെങ്കിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ലൈക്ക് യു ടേക്ക് എ ഡിസിഷൻ. അപ്പൊ ചിലത് സ്റ്റോപ്പ് ചെയ്യാൻ ചിലപ്പോൾ പെട്ടെന്ന് കഴിയില്ല. അതിന്റെ കാരണം ചിലപ്പോൾ ആ സാഹചര്യങ്ങളായിരിക്കും പ്രശ്നം. ഏത് ചില സംഗതികൾ, ദുശ്ശീലങ്ങൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില ഫ്രണ്ട്സ് സർക്കിൾ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് അവർ പിയർ പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ദുശ്ശീലമുണ്ട്, അവരുടെ കൂടെ അത് ആ ദുശ്ശീലം ചെയ്യുക. ഫോർ എക്സാമ്പിൾ മദ്യപാനം, അതല്ലെങ്കിൽ എന്താ വെച്ചാൽ വേറെ എന്തെങ്കിലും മയക്കുമരുന്നിന്റെ ഉപയോഗം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുശ്ശീലം. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് ആണ് ആദ്യം ഒഴിവാക്കേണ്ടത്. ആ സാഹചര്യമാണ് ഒഴിവാക്കേണ്ടത്. ആ സാഹചര്യം ഒഴിവായാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വേറെ എന്തായിരിക്കും ചിലപ്പോ ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്തായിരിക്കും, അവർക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ദുശീലങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ പുതിയ ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ രാവിലെ എണീക്കണം, ഉറങ്ങുന്ന ശീലമുണ്ടോ വല്ലാണ്ട്, രാവിലെ ഉറങ്ങുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് അതൊരു വല്ലാണ്ട് കുറ്റബോധമുണ്ട്, നിങ്ങൾക്ക് വല്ലാണ്ട് വിഷമമുണ്ട്, നിങ്ങൾ കൂടുതൽ ഉറങ്ങി പോകുന്നു, അതൊരു ശീലമായി മാറുന്നു. മിനിമം ഒരു 7-8 മണിക്കൂർ ഉറങ്ങണം. ആ 7-8 മണിക്കൂറേ നിങ്ങൾ ഉറങ്ങുന്നുള്ളൂ എങ്കിൽ, അത് വൈകിയാണ് ഉറങ്ങുന്നതെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അത് 8, 9, 10, 12 മണിക്കൂറൊക്കെ ആകുന്ന, അല്ലെങ്കിൽ വല്ലാണ്ട് ഉറങ്ങിപ്പോകുന്ന, രാത്രി നേരത്തെ കിടന്നിട്ടും ഉറങ്ങിപ്പോകുന്ന പ്രശ്നമുണ്ട് എങ്കിൽ, നേരത്തെ എണീക്കണം എന്നുള്ള സ്വഭാവം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജിംനേഷ്യത്തിൽ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യാം, വർക്കൗട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം, പുതിയ രാവിലെ അപ്പൊ അങ്ങനെ പുതിയ ശീലം സ്റ്റാർട്ട് ചെയ്താലേ ചില ശീലങ്ങൾ ഒഴിവാവുള്ളൂ. അല്ലെ? ചിലർക്ക് എന്ത് വെച്ചാൽ ഇപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് വെച്ചാൽ വല്ലാണ്ട് ഉള്ളിൽ വല്ലാണ്ട് ഫീലിംഗ് ആണ്, ഇത് ഗിൽട്ട് ഫീലിംഗ് ആണ്, ലൈക്ക് അൺഹെൽത്തി ഫുഡ് കഴിക്കുന്നത്, പുറത്തു പോയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുക, ടെൻഷൻ വരുമ്പോൾ, സ്ട്രെസ് വരുമ്പോൾ ട്രോമ റെസ്പോൺസ് ആയിട്ട് അങ്ങനെ ദുശീലമുള്ള ആൾക്കാരുണ്ട്. അതിന്റെ പേരിൽ കുറ്റബോധം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ യോഗ സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുകയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരാളാകുമ്പോൾ അതിനനുസരിച്ച് ആ ഒരു പണിയെടുക്കുന്നതോട് ആ പണിയെടുക്കുന്നത് വേസ്റ്റ് ആവരുത് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ ഒഴിവാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ദുശ്ശീലങ്ങൾ ഒഴിവാക്കാൻ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ പുതിയ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് മാറി വരും. ക്ലിയർ ആണോ? ദാറ്റ് വിൽ ഹെൽപ്പ് യു അലോട്ട്. ഓക്കെ, സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഹാപ്പിനെസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ലാണ്ട് ദുഃഖം വരുന്ന, വല്ലാണ്ട് വിഷമം വരുന്ന സംഗതികൾ, അത് ചില സമയത്ത് എന്ത് വെച്ചാൽ ഓവർ തിങ്കിങ് ഒരു ഹാബിറ്റ്സ് ആണ്. അപ്പൊ സ്റ്റോപ്പ് ചെയ്യുക, ക്യാൻസൽ പറയാം, അധികം ചിന്തിക്കൊന്നും വേണ്ട. ഞാൻ എന്തിനാ ഇപ്പൊ ചിന്തിക്കണം, ചിന്തിച്ചിട്ട് എന്താ എനിക്ക് കിട്ടുള്ളൂ, ഒന്നും ചിന്തിക്കാം. അപ്പൊ അതിങ്ങനെ ഹാബിറ്റായി മാറിയിട്ട് ചിന്തകൾ കുറക്കുന്നത് ഒരു ഹാബിറ്റായി മാറ്റും. ക്യാൻസൽ പറയും, ചിന്തിക്കണ്ട, എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ ചെയ്യുക, കാര്യങ്ങൾ ചെയ്യില്ലെങ്കിൽ വെറുതെ ഇരിക്കുക, ലൈഫ് ആസ്വദിക്കുക. പ്രസന്റ് എന്തൊക്കെ ഉണ്ട്, നല്ല സിനിമകൾ കാണുക, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് നല്ല രീതിയിലൊക്കെ ഹാപ്പിനെസ് ആവണം. ഓക്കെ, ജസ്റ്റ് ചില്ല് ചെയ്യുക. ഒരുപാട് ചിന്തിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, ലൈഫിൽ നമുക്ക് ഇല്ലാണ്ട് കിട്ടാറൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ അടുത്തത് എന്താ വെച്ചാൽ, ബി ഗ്രേറ്റ്ഫുൾ ഓൾവേസ്. നമ്മുടെ ലൈഫിൽ എല്ലായ്പ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക. ആൻഡ് ബി സിൻസിയർ അറ്റ് വാട്ട് യു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. ഹാപ്പിനെസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബി സിൻസിയർ അറ്റ് വാട്ട് യു ഡു. നമ്മൾ ചെയ്യുന്നതിൽ എന്ത് ചെയ്യണം, നമ്മൾ നല്ല സിൻസിയർ ആയിട്ട് ജോലി ചെയ്യാം, നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും. വട്ട് എവർ ദാറ്റ് യു ഡു ഇറ്റ് വിത്ത് സിൻസിയറിറ്റി. ഇഷ്ടത്തോടു കൂടി ചെയ്യുക, പ്രണയത്തോടു കൂടി ചെയ്യുക. ഞാൻ ഈ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും ക്ലാസ് എടുക്കാന്ന് പറയുന്നത് അത്ര വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല. എല്ലാ ദിവസവും രാവിലെ എണീക്കണം, ടോപ്പിക്സ് കണ്ടെത്തണം, റിസർച്ച് ചെയ്യണം, പഠിക്കണം, ഇരിക്കണം, വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഡു യു തിങ്ക് ഇറ്റ്സ് ഈസി? ഡു യു തിങ്ക് ഇറ്റ്സ് എന്താ പറയുക? യെസ്, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്.
എനിക്ക് ക്ലാസ് എടുക്കാൻ ഇഷ്ടമാണ്. ഐ ലവ് ദിസ്. പക്ഷേ ഡു യു തിങ്ക് എവ്രി ഡേ എന്നും ഒരേ മൂഡ് ഉണ്ടാവും തോന്നുന്നുണ്ടോ? എന്നും ഒരേ മൂഡ് ഉണ്ടാവും, എന്നും ഒരേ രീതിയിൽ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? നോ. പക്ഷേ അപ്പോ ചെയ്യുന്നതിൽ എന്താ വെച്ചാൽ നമ്മൾ ഒരു ആത്മാർത്ഥത കൊണ്ടുവരുമ്പം അതിലൊരു പ്രണയം വരും. ഞാനിത് ചെയ്യുന്നത് എന്താ വെച്ചാൽ എനിക്ക് ചെയ്തേ പറ്റൂ. പോരായ്മകളൊക്കെ ഉണ്ടാകാം, എന്നാലും ഞാൻ ചെയ്യണം. എന്നെ കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ എന്റെ പരമാവധി ഞാൻ ചെയ്യാം. whenever I give, I should give you something beautiful, something meaningful, something useful. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ചെയ്യണം. ഇഷ്ടത്തോട് കൂടിയിട്ട് എന്താ വെച്ചാൽ വന്നിരുന്ന് അല്ലെ, കുളിച്ച് ഫ്രഷ് ആയി മുടിയൊക്കെ ചീകി ഡ്രസ്സൊക്കെ ചെയ്ത് നിങ്ങളെ ഹാപ്പി ആക്കി നിങ്ങൾക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളിലേക്ക് ഒരു കാര്യങ്ങൾ നൽകാൻ വേണ്ടി, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, നിങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കണം. സോ whenever you do it with sincerity. പരമാവധി സിൻസിയറിറ്റി അതിലേക്ക് കൊണ്ടുവരിക, അതിലേക്ക് സ്നേഹം കൊണ്ടുവരിക. സിൻസിയറിറ്റി എന്ന് പറയുന്നത് യു ലവ് വാട്ട് യു ഡു. അതിലേക്ക് എന്ത് ചെയ്യുക? സ്നേഹം കൊണ്ടുവരിക, സ്നേഹത്തോടു കൂടി ചെയ്യുക. whenever you do it with love. അതായത് നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുക. നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം ആത്മാർത്ഥമായിട്ട് കഴിക്കുക, സ്നേഹിച്ചുകൊണ്ട് ആ ഭക്ഷണത്തെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിട്ട് കഴിക്കുക. ഭക്ഷണം വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ, വിളമ്പി കൊടുക്കുകയാണ്, കുക്ക് ചെയ്തിട്ട് വിളമ്പി കൊടുക്കുകയാണ്, അപ്പൊ അത് ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടിയിട്ട് ജീവിത പങ്കാളിക്ക്, മക്കൾക്ക് കൊടുക്കും. അപ്പൊ ഒരു ഭയങ്കര അതിൽ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കണ്ടെത്താം. വീട് ക്ലീൻ ചെയ്യാണ്, ഒരു ഇഷ്ടത്തോടു കൂടിയിട്ട് ഞാനൊരു നല്ല കാര്യം ചെയ്യുകയാണ്, അത് നല്ല വൃത്തിക്ക് ചെയ്യണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി, എനിക്കിത് ചെയ്യണല്ലോ എന്ന ചിന്തയിൽ ചെയ്യാതെ ഞാനിത് ചെയ്യുകയാണ്. ഇനി എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ജോലിക്ക് പോകണല്ലോ എന്ന് ചിന്തിക്കാതെ യെസ്, ഞാൻ ഇഷ്ടത്തോടു കൂടിയിട്ട് ഞാൻ ജോലിക്ക് പോവുകയാണ്. എൻ്റെ ബിസിനസ് ഉണ്ട്, എൻ്റെ വരുമാന മാർഗമാണിത്, അതിനോടൊരു ഇഷ്ടത്തോടു കൂടി പ്രണയത്തോടു കൂടി ഞാൻ ചെയ്യാണ്. എൻ്റെ കസ്റ്റമേഴ്സ് ഉണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യണം. ഒരു ഇഷ്ടത്തോടു കൂടി പ്രണയത്തോടു കൂടി ചെയ്യുമ്പോൾ ലൈഫ് ബിക്കംസ് ബ്യൂട്ടിഫുൾ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. And that will give you a lot of happiness. ഇത് എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാളിപ്പോയി എന്ന് വരാം. ദാറ്റ്സ് ഓക്കെ, സാരമില്ല എന്ന് പറയാൻ കമ്പാഷനേറ്റ് ആയിട്ട് വീണ്ടും ട്രൈ ചെയ്യാം. സോ ലീവ് യുവർ ലൈഫ് ഇൻ സച്ച് എ ബ്യൂട്ടിഫുൾ. കേട്ടോ? അപ്പൊ പതുക്കെ അത് ചെയ്ത് റെഡി ആയിട്ട് വരണം. അപ്പൊ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വാസ് ഇറ്റ് യൂസ്ഫുൾ? ടുഡേ ഈസ് എ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്ത് തരാൻ പറ്റി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളുടെ ഈ സെഷനിൽ ഈ പറഞ്ഞിരിക്കുന്ന 7-ാം തീയതി നമുക്ക് ഇതിന്റെയൊക്കെ ഈ സംഗതികളൊക്കെ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇതിനൊന്നും പറ്റില്ല. എന്താ കാരണം? നമ്മുടെ ട്രോമ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ അത് ഹീൽ ചെയ്യാനുള്ള, അതിന്റെ അവയർനെസ്സിനെ കുറിച്ചും പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് 7-ാം തീയതി മറക്കരുത്, കാലിക്കറ്റ് കിങ് ഫോർട്ട് ഹോട്ടലിൽ വെച്ചിട്ട് നടക്കാൻ പോവാണ്. വെറും 1100 രൂപയുള്ള പാർട്ടിസിപ്പേഷൻ ഫീ. നമ്മുടെ മീറ്റപ്പ് നമ്മളെല്ലാവരും ഒത്തുകൂടുന്നു. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടുതൽ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പരസ്പരം ഹീൽ ചെയ്തിട്ട് നല്ല രീതിയിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തുകൂടുകയാണ്. ഓക്കെ? അപ്പോൾ മറക്കരുത്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വരണം, പങ്കെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളുടെ ആ ഒരു ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ശ്രമം. വി ആർ ഇൻ ദിസ് ടുഗെദർ. ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് 1 by 1 ആയിട്ട് ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇറ്റ്സ് നോട്ട് ഈസി. പലപ്പോഴും ട്രോമകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ലൈഫിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് ഈസി ടു ലിവ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. ഹാപ്പി ആയിട്ടുള്ള, എല്ലായ്പ്പോഴും എനർജറ്റിക് ആയിട്ടുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള ലൈഫ് നയിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ബട്ട് ക്യാൻ വി മേക്ക് ഇറ്റ് ബെറ്റർ ആക്കാൻ പറ്റുമോ? പറ്റും. അപ്പൊ അതെന്ത് ചെയ്യണം? ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളുടെ ഹീലിംഗ് ജേർണി തുടർന്നുകൊണ്ടേയിരിക്കണം. ഈ അവയർനെസ്, ഇന്നത്തെ ക്ലാസ്സും ഒരു ഹീലിംഗ് ജേർണിയാണ്. ഇന്നത്തെ ക്ലാസ്സും ഓരോ ദിവസത്തെ ക്ലാസ്സും നിങ്ങൾക്ക് ഹീലിംഗ് ജേർണിയാണ്. നിങ്ങളുടെ അവയർനെസ് മെയിൻറ്റെയിൻ ചെയ്യണം, ബെറ്റർ ആക്കാനും വേണ്ടിയിട്ട്. ഓക്കെ? അപ്പൊ മറക്കരുത്, ഡോണ്ട് ഫൊർഗെറ്റ്. നാളെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 8086880775 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക, മെസ്സേജ് അയക്കുക. അതിലേക്ക് ഗൂഗിൾ പേ ചെയ്യാം.
കേട്ടോ. അതാണ് ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ. വെറും 1100 രൂപയാണ് നമ്മൾ അതിന്റെ ടിക്കറ്റ് പ്രൈസ് ആയിട്ടുള്ളത്. ആരും വരാണ്ടിരിക്കരുത്. നിങ്ങൾ വരും എന്ന പ്രോമിസിലാണ് നമ്മൾ ആ പ്രോഗ്രാം അവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യാൻ. അവിടെ ഹോട്ടലിലെ എക്സ്പെൻസ് കവർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? വരണം കേട്ടോ. അനിത പറയുന്നു മൈ മദേഴ്സ് ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി സെയിം ഡേ. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കുന്നു. എനിവേ ഈ ജസ്റ്റ് വിഷ്വലൈസ്, പ്രോഗ്രാമിലേക്കൊക്കെ വരുന്നതിനെ കുറിച്ച് വിഷ്വലൈസ് ചെയ്യൂ. ഇന്നല്ലെങ്കിൽ നാളെ ഫ്യൂച്ചറിൽ അവിടെ എത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യൂ. സോ മേ ബി നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഈ പ്രോഗ്രാമിലേക്ക് എത്താൻ പറ്റുന്നവരെല്ലാവരും എന്ത് ചെയ്യണം? എത്തണം, വിഷ്വലൈസ് ചെയ്യണം, വരണം, പ്രോഗ്രാമിലേക്ക് വരണം. വന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ സൗദിയിലാണെന്ന് പറയുന്നു അഷ്റഫ് ഭായി, വിഷ്വലൈസ് ചെയ്യുക. ചിലപ്പോൾ സൗദിയിൽ നിന്ന് ഇവിടെ എത്തും നിങ്ങൾ. അതല്ലെങ്കിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ കാണുക, ആ പ്രോഗ്രാമിൽ ഇരിക്കുന്നതായിട്ട് മനസ്സിൽ കാണുക. മനസ്സിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ ഡോണ്ട് ഫർഗെറ്റ്, കം ആൻഡ് അറ്റൻഡ്. ആൻഡ് ഡെഫിനറ്റ്ലി ഇക്ബാൽക്ക് പറയുന്നു ഓൾറെഡി പെയ്ഡ്. താല്പര്യമുണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് വിഷ്വലൈസ് ചെയ്തോളൂ. വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ പറ്റും കേട്ടോ. ഓക്കെ, മറക്കരുത്. കം ആൻഡ് ജോയിൻ ആൻഡ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി. സോ പരമാവധി ആൾക്കാർ എന്താ വെച്ചാൽ രജിസ്റ്റർ ചെയ്യുക. അംബുജാക്ഷൻ സാർ അവിടെ വരണം, കാണണം. ബാബു സാഹിബ് കാണണം. ഷാജഹാൻ, മൈമുനത്ത്, അബ്ദുൽ ഹമീദ്, തോമസ്, നുസ്രത്ത്, സുബൈർ ഭായ്, യാസ്ര ബേബി, സുരാജ്, ജലീൽ, അബ്ദുൽ അസീസ്, സുബൈന ഓൾറെഡി ഡിസ്കസ്ഡ്. താല്പര്യമുണ്ട്. ലാസ്റ്റ് വീക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ, ലാസ്റ്റ് വീക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനെ ആരെങ്കിലും ഒക്കെ എന്ത് ചെയ്യാൻ വിടുക. കാരണം ഈ പ്രോഗ്രാമിന്റെ ഒരു ബെനിഫിറ്റ്സ് അവർക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. ഈ ഒരു ചെറിയ ഫീസിൽ പരമാവധി ആൾക്കാർ എന്താ വെച്ചാൽ നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇവരെല്ലാവരും ക്ഷണിക്കാം കേട്ടോ. മറക്കാതെ വരിക, പങ്കെടുക്കുക കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷനായിട്ട് നിങ്ങളിലേക്ക് വരുന്നതാണ്. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. മറക്കരുത്, ഞാൻ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കുക കേട്ടോ. അറിയാലോ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഹോപ്പ് എവറിബഡി നോസ് നമ്മുടെ പ്രോഗ്രാം എന്താണ്, എങ്ങനെയാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നടന്നതൊക്കെ നിങ്ങൾക്കറിയാം. ഇറ്റ്സ് ഓൾ ഫോർ യു, നമ്മളുടെ ലൈഫ്. ഓക്കെ, മറക്കരുത്. അമീർ ഷാബി, നിങ്ങൾ വരുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ ഓൾറെഡി, എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറക്കരുത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടാവും, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ അതിന് എന്ത് ചെയ്യും, മറുപടി പറയാം. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സംസാരിക്കാം. ഞാൻ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. എനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഓക്കെ, ഹലോ, എനി ക്വസ്റ്റ്യൻസ്? ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ദിവസം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീക്ക് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നല്ല രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടി ആ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിൽ ഫീൽ ചെയ്ത് 3 പ്രാവശ്യം താങ്ക് യു എന്ന് പറഞ്ഞ് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. പറഞ്ഞതുപോലെ ലെസ് ഈസ് മോർ, സ്ലോ ഈസ് ഫാസ്റ്റ്. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. ഓക്കെ, ഡു എവറിഥിങ് വിത്ത് ലവ്. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. താങ്ക് യു സോ മച്ച്.